സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്ലാമിക മത ഭീകരർ ഇന്ത്യയെ ആക്രമിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇന്നലെ ഡൽഹിയിൽ കൂടിയ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യൻ പട്ടാളത്തിന് അതിന് പ്രതികാരം ചെയ്യാനുള്ള പരിപൂർണ അധികാരവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഏതു തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് ഇക്കാര്യത്തിൽ നൽകുക എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയുമില്ല. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വെപ്രാളവും അത് തന്നെയാണ്. ഏത് ഭാഗത്താണ് എവിടെയാണ് തിരിച്ചടി വരിക എന്നുള്ളത് അവർക്കറിയുന്നില്ല. എന്തായാലും ഒരു തിരിച്ചടി ഉണ്ട് എന്നുള്ളത് ഉറപ്പ്. കാരണം ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചും അതിൻ്റെ ഒരു രാഷ്ട്രീയ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ്, കൈനറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്നാണ് അതിന് പറയുക. അതായത് അവർക്ക് പരിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ചികിത്സ. മറ്റതൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ഇപ്പം നദീജലം തടയുന്നതാവട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന കുഴപ്പങ്ങളെ ത്വരിതപ്പെടുത്തുന്നതാവട്ടെ, അതൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഈ കൈനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരെ പരിക്ക് പറ്റുന്ന, പൊള്ളലേൽക്കുന്ന ഒരു 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 പ്രതികരണം, ഒരു പ്രതികാരം, അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യത നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിൽ ചെയ്യും എന്നുള്ളത് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഗോൾ ഇന്ത്യയുടെ കോർട്ടിലാണ്, അവർക്കത് എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനുമായി നല്ലതുപോലെ കര ബോർഡറുണ്ട്. കൂടാതെ ഇന്ത്യക്ക് അറബിക്കടലിലൂടെ ആക്സസ്സുമുണ്ട്. അപ്പം ഒരു തവണ വ്യോമാക്രമണമായിരുന്നു ഇന്ത്യ തിരിച്ചു കൊടുത്തതെങ്കിൽ ഒരു തവണ കരയിലൂടെയുള്ള ആക്രമണമായിരുന്നു തിരിച്ചു കൊടുത്തത്. ഇതുപോലത്തെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി. അതുകൊണ്ട് ഇത്തവണത്തെ ആക്രമണം കടലിൽ നിന്നായിരിക്കും എന്നുള്ള വലിയ ഒരു ആൻറ്റിസിപ്പേഷൻ അത് പാകിസ്ഥാനിൽ മാത്രമല്ല മൊത്തം ഇന്റർനാഷണൽ മീഡിയയിൽ അത്തരത്തിലൊരു ഒരു മണമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രചരിപ്പിക്കുന്നത് ഇത് കടലിൽ നിന്നായിരിക്കും അടുത്ത ആക്രമണം. അപ്പോൾ ആ നിലയിലുള്ളൊരു ഒരു പ്രിപ്പറേഷനാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ചൈനയുടെ ഒരു വിജിലൻസും ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. വിമാനവാഹിനി കപ്പലുകൾ രണ്ടും അറബിക്കടലിലാണ്. ഇതിനൊന്നും പൊസിഷനൊന്നും ആർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കൂടാതെ ഇന്ത്യയുടെ അന്തർവാഹിനികളും മറ്റ് നേവൽ വെസൽസും ഒക്കെ ഇന്ത്യൻ ഓഷ്യനിലെ പല ഭാഗത്തുള്ളതൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതായി ഇന്റർനാഷണൽ മീഡിയകളിൽ വിവരം വരുന്നുണ്ട്. ഇത് ഏത് ഭാഗത്തേക്ക് പോകുന്നു ആരോട് പറഞ്ഞിട്ടല്ല ചെയ്യുക. സാറ്റലൈറ്റ് പിക്ചേഴ്സൊക്കെ വെച്ചുകൊണ്ടുള്ള കണക്കുകൂട്ടുകൾ വെച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു വലിയ നേവൽ ബിൽഡപ്പ് ഇന്ത്യ അറബിക്കടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വിശ്വസനീയമായ ഒരു സംഗതിയാണ് എന്ന് വേണം വിചാരിക്കാൻ. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ അവരുടെ എൻറ്റയർ ബോർഡറിൽ, അതായത് അവരുടെ മുഴുവൻ സ്ഥലത്തും ഒരുപോലെ ഒരു ജാഗരൂകത കാണിക്കേണ്ട ഒരു കഷ്ടപ്പാടിലാണ്, ഒരു തത്രപ്പാടിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത്. കാരണം ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആർമിയുണ്ട്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസിൽ അവിടുത്തെ താലിബാനുണ്ട്, പാക് താലിബാനുണ്ട്. കാശ്മീരിൽ തന്നെയാണെങ്കിൽ ആസാദ് കാശ്മീരിന് വേണ്ടി, കാശ്മീർ സ്റ്റേറ്റിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ഭീകര പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിലുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന് പേര് വിളിക്കുന്ന സാധനമുണ്ട്. ഇന്ത്യയുടെ ബോർഡറുണ്ട്, ഇന്ത്യയുടെ കര ബോർഡറുണ്ട്, ഈ കടലും കിടപ്പുണ്ട്. അപ്പോൾ ഈ സർവ്വസ്ഥലവും നോക്കി നടത്തേണ്ട ഈ ഒരു വെപ്രാളത്തിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ എരിപരി കൊള്ളുകയാണ്. അവർ ജീവൻ മറന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. സർദാരി ബിലാവൽ ഭൂട്ടോയുടെ വായിൽ നിന്ന് വന്ന ഒരു സംഗതി, നിങ്ങൾ സിന്ധു നദീജലം തടഞ്ഞു വെച്ചാൽ നദിയിലൂടെ ചോര ഒഴുകും എന്നാണ്. പൊതുവെ നദിയിലൂടെ ഒഴുക്ക് താഴോട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നദി ഒഴുകി പാകിസ്ഥാനിൽ പ്രവേശിച്ച് പാകിസ്ഥാനിലൂടെ ഒഴുകി പോവുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചോര ഒഴുകും എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ കയറി അവിടെ കഴുത്തറന്ന് ചോര ഒഴുക്കുന്നതാണോ അതോ ഇനി പാകിസ്ഥാനിൽ തന്നെയുള്ള ആൾക്കാരുടെ ചോര ഒഴുക്കുന്നതാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞതായതുകൊണ്ട് ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ അദ്ദേഹം സിന്ധു നദി ഇന്ത്യക്കാരുടെ ചോര കൊണ്ട് നിറയ്ക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇനി അവരുടെ ഇപ്പം മിനിസ്ട്രിയിലുള്ള, ഇപ്പം ഇദ്ദേഹം പ്രതിപക്ഷത്താണ്, ഇനി അവരുടെ മിനിസ്ട്രിയിലുള്ള ഒരു ഹനീഫ് അബ്ബാസി എന്ന് പറയുന്നൊരു സുഹൃത്തിനെ പറഞ്ഞത് അവിടെ 130 മിസൈലുകളുണ്ട്. ആ 130 മിസൈലുകളും ഇന്ത്യക്ക് വേണ്ടി മാത്രം ഞങ്ങൾ കരുതി വെച്ചിട്ടുള്ളതാണ്. നദീജലം തടഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അയക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിനൊന്നും ഇവരുടെ ഓരോരോ നേതാക്കന്മാർ ഓരോരോ സ്ഥലത്തിരുന്ന് ഓരോരോ പ്രസ്താവന നടത്തുമ്പോഴും ഇന്ത്യയിൽ പൊതുവെ ഈ കാര്യത്തെക്കുറിച്ച് സൈലന്റ് ആണ്. പ്രധാനമന്ത്രി മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പ്രതികരിക്കുന്നത്. ഏതോ ഒരു മിനിസ്റ്റർ മാത്രം ഒരു തവണ പ്രതികരിച്ചിരുന്നു. സിന്ധുവിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് കിട്ടിയത്. അതൊക്കെ പൊളിറ്റിക്കൽ പ്രസ്താവനകളാണ്. സിന്ധുവിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാൻ കൊടുക്കാതെ തടഞ്ഞു വെക്കാനെന്ന് എത്ര ശ്രമിച്ചാലും നമുക്ക് സാധിക്കില്ല. കാരണം സിന്ധുവിൽ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് കിട്ടിയാൽ അതിന് മേലോട്ട് കയറി അങ്ങ് പോകും. അപ്പോൾ അതൊന്നുമല്ല, സിന്ധുവിലെ വെള്ളം കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുവിലെ ഡാം കെട്ടി വേനൽക്കാലത്ത് വെള്ളം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ള കാര്യം. എന്തായാലും ഒഫീഷ്യലായിട്ട് പ്രസ്താവനകൾ
വളരെ മിനിമം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നത്. അത് പ്രധാനമന്ത്രി മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് കൃത്യമായ ബോഡികളിൽ മാത്രമാണത് ആലോചിക്കപ്പെടുന്നത്. അത് മന്ത്രിസഭാ മീറ്റിങ്ങുകളിലും സർവകക്ഷി യോഗങ്ങളിലും ഒക്കെയാണ് ഈ വിഷയം ചർച്ച ചെയ്ത് ഇത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അത് വളരെ കാര്യക്ഷമതയോടെ മാത്രമാണ് മുൻപോട്ടുന്നത്. പ്രതിപക്ഷം മാത്രമാണ് ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് പറയേണ്ടത് പാകിസ്ഥാനെ ആക്രമിക്കരുത്. അദ്ദേഹം പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊരു സുഖം തോന്നും. ആ സൂചിപ്പിക്കേണ്ട ആളുകളെ തന്നെയാണ് അവരിപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആ സുഖം വോട്ടായിട്ട് അവരുടെ പെട്ടിയിൽ വന്ന് വീഴുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അഡ്വക്കേറ്റ് ചെയ്താൽ അത് ഗുണം കിട്ടും, അത് വോട്ടായിട്ട് മാറി നമ്മൾ പെട്ടിയിൽ വീഴുമെന്ന് വിചാരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ നിര നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നിരാശ തോന്നുന്ന അപലപനീയമായൊരു സിറ്റുവേഷനാണ് നമ്മൾ വിചാരിക്കുന്നത്. പാകിസ്ഥാനിലാണെങ്കിൽ എന്നെ തല്ലിപ്പൊടി രാജ്യം എന്ന് പറഞ്ഞാലും ഇന്ത്യയെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനാണ്. അതുകൊണ്ട് ഹിന്ദുസ്ഥാനെ ആക്രമിക്കേണ്ടത് മുസൽമാന്റെ ജോലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ബിലാവൽ ഭൂട്ടോ, പ്രതിപക്ഷത്തിരിക്കുന്ന ബിലാവൽ ഭൂട്ടോയും ഭരണത്തിലിരിക്കുന്നവരും എല്ലാം ഒന്നു ചേർന്ന് ഇന്ത്യക്ക് നേരെ നിൽക്കാനെങ്കിലും അവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി പാകിസ്ഥാൻ, ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ നോക്കിക്കോളൂ. കേരളത്തിലുള്ള പ്രമുഖ രാഷ്ട്രീയ കക്ഷികളൊന്നും ഈ പാകിസ്ഥാൻ എന്ന പേരുച്ചരിക്കുന്നില്ല. അവർ തീവ്രവാദികളെന്ന് മാത്രമേ പറയുള്ളൂ, മത തീവ്രവാദികളെന്ന് പറയില്ല. അവർ തീവ്രവാദികളെന്ന് മാത്രമേ പറയുള്ളൂ. എന്നിട്ട് വേറൊരു മഹാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചു, തീവ്രവാദിക്ക് മതമില്ല. തീവ്രവാദിക്ക് മതമില്ലെങ്കിൽ പിന്നെ തീവ്രവാദി ചത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നും അവനവിടെ കള്ള് കിട്ടുമെന്നും കഞ്ചാവ് കിട്ടുമെന്നും പെണ്ണ് കിട്ടുമെന്നും അവനെ പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അവനിവിടെ വരുന്നത് കൊല്ലാൻ വേണ്ടിയല്ല, അവൻ മരിക്കാൻ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവനെ നേരിടാൻ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായതിന്റെ പേരിലാണോ ഇസ്രായേലിലെ ഭീകരത കടന്നു കയറിയത്, അമേരിക്കയിൽ ട്വിൻ ടവേഴ്സ് ഇടിച്ചു പൊളിച്ചത്? നമ്മളെ കഴിഞ്ഞ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യങ്ങളാണ് ഇതൊക്കെ. ഈ അഡ്വാൻസ്ഡ് ആയ രാജ്യത്തിൽ ഇസ്രായേലില് 2023 ഒക്ടോബർ 7 ഭീകരന്മാർ കടന്നു കയറിയിട്ട് കൊന്നത് 1200 മനുഷ്യരെയാണ്. ട്വിൻ ടവേഴ്സ് ഇടിച്ചു പൊളിച്ചിട്ട് വിമാനം കൊണ്ട് ട്വിൻ ടവേഴ്സ് പിന്നെ ന്യൂയോർക്കിൽ ഇടിച്ചു പൊളിച്ചിട്ട് മരിച്ചത് എത്രയാ? 5000-ഓളം മനുഷ്യരാണ് മരിച്ചത്. ഇവരൊക്കെ നമ്മളെ കഴിഞ്ഞ് എത്രയോ ഇരട്ടി സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളാണ്. 140 കോടി മനുഷ്യർ വസിക്കുന്ന ഈ മഹാരാജ്യത്തിൽ ഒരു ഭീകരൻ വിചാരിച്ച് 4 പേരെ കൊല്ലാൻ പറ്റിയില്ലെന്നാണോ പറയുന്നത്? അതായത് സെക്യൂരിറ്റി ഇല്ലാത്തടത്തെല്ലാം കയറി മതഭീകരൻ ആളുകളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുകയാണോ ചെയ്യുന്നത്? നമ്മുടെ ഊട്ടിയിലോ കൊടൈക്കനാലിൽ ഈ പണി ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപക്ഷെ ജാതി നോക്കിയും മതം നോക്കിയും അവന്റെ സർക്കംസിഷൻ ചെക്ക് ചെയ്തുമെന്നും കൊല്ലാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. കാരണം അടുത്ത് പോലീസുണ്ട്. ഇതിപ്പം പെഹൽഗാം എന്ന് പറയുന്ന താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഒരു മൈതാനത്താണ് ഈ സംഭവം നടന്നത്. അവിടുന്ന് പോലീസ് എത്താൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെ ഐഡന്റിറ്റി കാർഡും ഒക്കെ ചോദിച്ച് മതവും ഒക്കെ ചോദിച്ച് കൃത്യമായിട്ട് പ്രാർത്ഥനയും ഒക്കെ ചോദിച്ചിട്ട് കൊല്ലാൻ സാധിച്ചത്. അല്ലെങ്കിൽ വേഗം വെടിവെച്ച് കൊന്നുപോയതിനെ ചിലപ്പോൾ അവർ അറിയാതെ ചില ആളുകളെ കൂടെ, അവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകളെ കൂടി അവർ കൊന്നുപോയതിനെന്നും മാത്രം. ഒരു ഭീകരപ്രവർത്തകൻ എവിടെ വേണം എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ ജോസഫ് മാഷ കൈവെട്ടിയത് ഇവിടെ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ നാട്ടിന്റെ നടുവിലൂടെ ഒരുത്തൻ കീറി വലിച്ച് അവലും മലരും കരുതി വെച്ചോളൂ വരുന്നുണ്ടാ നിന്റെ കാലൻ എന്ന് പറഞ്ഞു പോയത് ഇവിടെ സെക്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടാണോ? വധഭീഷണിയാണ് മുടക്കിയിട്ട് പോയത്. അപ്പൊ ഈ സെക്യൂരിറ്റി ഇല്ലാത്തതിന്റെ കഥയൊന്നും ആരും പറയണ്ട. സെക്യൂരിറ്റി വീഴ്ചകളോട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വസ്തുതയാണ്. അതിലും കൂടുതൽ സെക്യൂരിറ്റിയോട് ഉണ്ടാകാമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ 140 കോടി ആളുകൾ വസിക്കുന്ന ഈ രാജ്യത്തിൽ ഓരോ മനുഷ്യനും സെക്യൂരിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാനും പട്ടാളം പ്രൊവൈഡ് ചെയ്യാനുള്ള ശേഷിയൊന്നും ഈ രാജ്യത്തിനില്ല. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തി അതിൽ ഒരുത്തൻ വന്ന് നമ്മളുടെ കുടുംബത്തെ ആക്രമിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ ചെയ്തവനെ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിനുള്ള പ്രതികാരം എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് ചിന്തിക്കണം, നിശ്ചയമായും ചിന്തിക്കണം, അത് ഡിസ്കസ് ചെയ്യണം. നാളെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ കേൾക്കണം. എന്നാലും അവരെവിടെയെങ്കിലും ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കും. കാരണം ഈ പറഞ്ഞ ഇസ്രായേലിൽ ഹമാസ് ഭീകരന്മാരെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോഴും ഹമാസിന് ആയുധം കിട്ടുന്നുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടുന്നു? ഈജിപ്തിൽ നിന്ന് അവർ നിർമ്മിച്ച ഗാസയിലേക്ക് നിർമ്മിച്ച തുരങ്കങ്ങൾ, അതിർത്തിക്കടിയിലൂടെ നിർമ്മിച്ച തുരങ്കങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, കണ്ടെത്താത്തത് ബാക്കിയുണ്ട്. അത്തരം തുരങ്കങ്ങളിലൂടെ ഇവർ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇസ്രായേൽ പോലത്തെ ഒരു രാജ്യത്ത് ഇവനിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യയിലാണോ ഇവനിത് ചെയ്യാൻ പറ്റാത്തത്? ഈ പറയുന്ന ഭീകരന്മാർ 4 പേരെ കാട്ടിലൂടെ പട്ടാളം ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല പ്രാവശ്യവും അവർ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുത്തനെയെങ്കിലും ജീവനോടെ പിടിച്ചു കിട്ടിയാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇതാ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് കൊല്ലാതെ അവരെ പിടിക്കാൻ കിട്ടുമെന്നാണ് പട്ടാളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാജ്യം ഒന്നിച്ചു നിന്ന് ഈ മതഭീകരതയെ ചെറുക്കേണ്ടതാണ്. മതഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തേണ്ടതാണ്. അത് ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ പ്രസ്ഥാനത്തിനെതിരെയോ ഒന്നുമുള്ള സംഗതിയല്ല. നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു തിന്മയായി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ തിന്മയെ വെള്ളപൂശി നന്മയാക്കി പറഞ്ഞുകൊണ്ട് ഒരിക്കലും തിന്മയെ ചെറുക്കാനാവില്ല. അവിടെ നിന്ന് 10 വോട്ട് കിട്ടുമെന്ന് നോക്കുകയല്ല വേണ്ടത്.
ആരെയെങ്കിലും കുറച്ച് പ്രീണിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടും, ആ വോട്ട് കൊണ്ട് എനിക്കിവിടെ സുഖമായി ജീവിക്കാം എന്ന് വിചാരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലും ഈ തെക്കേ ഇന്ത്യയിലാണ് കൂടുതലുള്ളത് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി ഇസ്രായേലിന്റെ കണ്ടീഷൻസുമായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഇസ്രായേൽ ഒരു യുദ്ധത്തിന് ഇറങ്ങിയതുപോലെ ഇന്ത്യക്ക് യുദ്ധത്തിന് ഇറങ്ങാൻ, ഒന്നാമത് ഇസ്രായേൽ വലിയ അഡ്വാൻസ്ഡ് രാജ്യമാണ്. നമ്മളുടെ രാജ്യം ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. നമ്മൾ ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി പിന്നോട്ടല്ല, മുന്നോട്ടാണ്. അവിടെ കത്തുന്നതും പൈസ തന്നെയാണ്. പക്ഷെ അവിടെ പൈസ കത്തിയിട്ടും അവരുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ ചെല്ലുന്ന ഈ ടീമുണ്ടല്ലോ, അതായത് യൂതന്മാരിൽ അവസാനത്തെ യൂതനെയും ഭൂമുഖത്ത് നിന്ന് കൊന്നു മാറ്റിയിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ, അവനെ കൊല്ലാൻ പോകുന്ന വഴിക്ക് ചത്തു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് ഈ ചെല്ലുന്ന ആൾക്കാരെ ഇസ്രായേൽ പരീക്ഷണ വസ്തുക്കളായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഗാസയിലാണ് അവർ പല ആയുധങ്ങളും പ്രയോഗിച്ച് നോക്കുന്നത്. ഇപ്പോൾ അവർ ഗാസയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ AI ആയുധങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള മിസൈലുകളാണ് ഇപ്പോൾ അവർ അയക്കുന്നത്. ആ മിസൈല് വഴി നോക്കി അഡ്രസ്സ് നോക്കി അവരുടെ വീട്ടിൽ ചെല്ലും, അതിൽ അഡ്രസ്സ് എഴുതി കൊടുത്താൽ മതി, അവനവൻ്റെ വീട്ടിൽ ചെന്ന് കയറി പൊട്ടും. ആ സാധനങ്ങളാണ് ഇപ്പോൾ അവർ ഗാസയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാധനങ്ങൾ ലോകം കണ്ണ് മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ആയുധങ്ങൾ. ഈ ആയുധങ്ങൾക്ക് കൊട്ടക്കണക്കിന് ഓർഡറാണ് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആയുധ വ്യാപാരം എത്രയോ 10 മടങ്ങ് ഈ യുദ്ധം കൊണ്ട് വർദ്ധിച്ചു വരികയാണ്. അവരതുകൊണ്ട് ഇക്കോണമി ഉണ്ടാക്കും. ഇസ്രായേൽ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇസ്രായേലിനെയും ഇന്ത്യയും നമുക്ക് കമ്പയർ ചെയ്യാനാവില്ല. അതിബുദ്ധിമാന്മാർ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യമാണത്, പട്ടാളക്കാർ മാത്രമുള്ള ഒരു രാജ്യമാണത്. അതുപോലെ 140 കോടി മനുഷ്യർ, പാവപ്പെട്ടവർ ജീവിക്കുന്ന ഒരു രാജ്യത്തെ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങുന്നത് പോലെ ഇറാനിലൊരു ആറ്റം ബോംബ് ഉണ്ടാവുക എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇസ്രായേൽ അത് നശിപ്പിച്ചിരിക്കും. കാരണം അവനെതിരെ അവന്റെ പരിസരത്ത് ഒരു ആറ്റം ബോംബ് ജനിക്കാൻ അവൻ സമ്മതിക്കില്ല. നമ്മളതല്ല, നമ്മളുടെ ചുറ്റുവട്ടത്തിൽ ആറ്റം ബോംബ് കൊണ്ടിരിക്കുന്ന, നമ്മുടെ തലയിൽ കുത്തിയിരിക്കുന്നത് ചൈനയും പാകിസ്ഥാനും ഉണ്ട്. അപ്പൊ നമുക്ക് ശ്രദ്ധയോടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പാകിസ്ഥാനെ നമ്മൾ കടന്നു കയറി ആക്രമിക്കുമ്പം ചൈനയുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്തുണ്ട്. 53 ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈന പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. അത് ഡാമുകളായിട്ടും പോർട്ടുകളായിട്ടും റോഡായിട്ടും ഇങ്ങനെ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഈ ഇൻഡസ്ട്രികളുടെ ഒന്നും മേലെ നമുക്ക് തൊടാൻ പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ ചൈന ശത്രുവാകും. ചൈനയോടെ നേരിട്ട് യുദ്ധത്തിൽ ഒരു കാരണവശാലും ഇടപെടില്ല. ആൾക്കാർ പറയുന്നത് നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്താൽ പിറ്റേ ദിവസം ചൈന നമ്മുടെ, ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ചൈനീസ് ഇൻഡസ്ട്രികൾ തൊട്ട് കഴിഞ്ഞാൽ ചൈന വരും. അപ്പൊ ചൈനീസ് ഇൻഡസ്ട്രികളിൽ തൊടാതെയുള്ളൊരു തിരിച്ചടിയാണ് ഇന്ത്യക്ക് അവിടെ കൊടുക്കേണ്ടി വരിക. നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഏറ്റവും കിട്ടുകയാണ് പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി ചീഫ് ഉണ്ടല്ലോ, ഇന്ത്യക്കെതിരെ കുറച്ച് നടക്കുന്നത്, ഇന്ത്യയിലെ സർവ്വ ഹിന്ദുക്കളെയും കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നവൻ. അവന്റെ തലയും കൊണ്ട് കിട്ടിയാൽ അതൊരു പ്രൈസ് ക്യാച്ചാണ്. അവിടുത്തെ ഏതെങ്കിലും ഭീകരനെ ഉപയോഗിച്ച് അവന്റെ തലയും കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ബി ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഇന്ത്യ ക്യാൻ ഡു. അതുപോലെയുള്ള ഒന്നാം തരം ക്യാച്ചുകൾ അവിടെ ഉണ്ട്. അതുപോലത്തെ ഓരോ ഫിഷസിനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭീകരന്മാരുടെ താവളങ്ങൾ നമ്മൾ ബോംബ് ചെയ്യുമെന്നാണ് അവർ ആദ്യം പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഭീകരന്മാരെ മുഴുവൻ അവർ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിൽ തള്ളിക്കയറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഒരു ബോംബ് പോലും അവന്റെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇന്ത്യക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റൂ. നമ്മൾ സാമ്പത്തികമായി ഇസ്രായേൽ പോലെയോ അല്ല അമേരിക്ക പോലെയോ ഒരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രാജ്യമല്ല. പട്ടിണി പാവങ്ങളെ പോറ്റുന്ന ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് കൊടുക്കേണ്ടത് ദീർഘകാലത്തേക്ക് നിൽക്കുന്ന അടികളാണ്. നദീജലം തടഞ്ഞു വെക്കുക എന്ന് പറയുന്ന, അവർ തന്നെ പറയുന്നത് നദീജലം തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തിലെ ഞരമ്പ്, തലച്ചോറിലേക്ക് പോകുന്ന ആ പ്രധാനപ്പെട്ട ഞരമ്പുണ്ടല്ലോ, ആ ഞരമ്പ് മുറിക്കുന്നത് പോലെയാണ് സിന്ധു നദീജലം തടയുക എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. നമ്മുടെ സിന്ധു നദീജലം തടഞ്ഞാൽ അവന്റെ കഴുത്തിലേക്കുള്ള ഞരമ്പ് തന്നെയാണ് മുറിയുക. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സിന്ധു നദി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 17 നദികളിൽ പെടുന്ന ഒരെണ്ണമാണ്. അതിനെപ്പോയിട്ട് ഒരു ദിവസം തടഞ്ഞു കൊടുത്താൽ അത് നിൽക്കുന്നില്ല. അത് വർഷങ്ങളെടുത്ത് സീരീസ് ഓഫ് ഡാം വഴി ഏകദേശം 700ഓളം കിലോമീറ്റർ അത് ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. ആ 700ഓളം കിലോമീറ്ററിനിടയിൽ 10, 20, 30 ഡാമുകൾ കെട്ടി അതിനകത്തെ വെള്ളം തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നിട്ട് വേനൽക്കാലത്ത് വെള്ളം നിയന്ത്രണ വിധേയമായി വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ വെള്ളത്തിനെ തിരിച്ചു വിട്ടാൽ നമുക്ക് ഡൽഹി വരെയുള്ള ജലപ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ മുഴുവൻ ജലപ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഡാമുകൾ കൊണ്ട് സാധിക്കും. അത് പട്ടിണിയായിട്ട് അവിടെ വരും. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ചെയ്യും. കൂടാതെ പാകിസ്ഥാനെതിരെയുള്ള പ്രശ്നങ്ങൾ, അതിനെ ഇൻഡയറക്റ്റായി സഹായിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഇന്ത്യക്ക് വന്നു ചേർന്നിട്ടുണ്ട്.